ഐഫോൺ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം കാണിക്കാൻ നേരത്ത് തന്നെ ആപ്പിൾ വാച്ച് കാണിക്കണം അതിൽ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയദർശൻ സാർ ഉണ്ടല്ലോ, ലെജൻഡറി പ്രിയദർശൻ സാർ, അദ്ദേഹം 100 സിനിമകൾ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിനിടയിൽ തട്ടിക്കൂട്ടിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കില്ലാടി അക്ഷയ് കുമാർ അഭിനയിച്ചിട്ടുള്ള പല പല ഗെറ്റപ്സിൽ അഭിനയിച്ചിട്ടുള്ള ഭൂത് ബംഗ്ലാവിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ പ്ലോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇത്ര ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഞാൻ ഈ അടുത്ത് വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു സീനുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പടം തുടങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ വരുന്ന സീനാണ്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്യാസിനെ പോലുള്ള ഒരാൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്കിരുന്നിട്ട് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് തീ കൂട്ടി ഇങ്ങനെ കത്തിക്കുകയാണ്, കുറേ വിറകുള്ളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അവിടെ തുടങ്ങി ഈ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ പാളിച്ച് തുടങ്ങിയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഇവർ ഏർലി 2000s ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ 1100 നോക്കിയുടെ പഴയ ഫോണൊക്കെ വന്നിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈമാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ഉള്ള സീൻസ് കാണിക്കാൻ നേരത്തും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക, പുറത്തുള്ള യു എസ് ഭാഗങ്ങളിലൊക്കെ ഉള്ള സീൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ നടന്നു പോകുന്നത്, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് ആൾക്കാർ സംസാരിക്കുന്നതുമായിട്ടുള്ള പല സീനുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ശ്രദ്ധ ഇതിനു വേണ്ടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ. മൂന്നാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോമഡിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതേ ഫോൺ ഉപയോഗിച്ച് അതേ പഴയ കാലഘട്ടത്തിലെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നെക്സ്റ്റ് കട്ട് വരുന്നത് ഒരു പെൺകുട്ടിയുടെ കയ്യിലുള്ള ഒരു ആപ്പിൾ വാച്ചിലേക്കാണ്. അത് ജസ്റ്റ് മിസ്റ്റേക്ക് ഒന്നുമല്ല, അത് പ്രോപ്പറായിട്ട് ഡയറക്റ്റ് സ്ക്രീനിൽ തന്നെ ഐഫോൺ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം കാണിക്കാൻ നേരത്ത് തന്നെ ആപ്പിൾ വാച്ച് കാണിക്കണം അതിൽ. അതേപോലത്തെ ഡീറ്റെയിലിംഗ് മിസ്റ്റേക്സ് ആണ്. ഇനിയും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് പറയാത്തതുകൊണ്ടാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡി സീൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പഴയ പ്രിയദർശൻ സാറിന്റെ പടങ്ങളൊക്കെ കാണാൻ നേരത്തുള്ള ഒരു എഫേർട്ട്ലെസ്നെസ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡി ക്രിയേറ്റ് ചെയ്യാൻ, ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. വളരെയധികം പാടുപെട്ട് മേക്കപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഓരോ കോമഡി സീനും തോന്നിയിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മുടെ ഇൻഗോസ്റ്റ് ഹൗസ് സീനില്ലേ പണ്ടത്തെ, അപ്പോൾ ആ ഒരു സിനിമയിലെ ഒരു ഹിറ്റായിട്ടുള്ള ഒരു കോമഡി സീൻ ഉണ്ട്, അത് അതേപോലെ തന്നെ ഇതിലുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അതല്ലേ എന്ന് തോന്നും. അത് തന്നെയാണ്, ആ ഒരു സീൻ എക്സാക്ട്ലി അതിൻ്റെ കോപ്പി തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫേമസ് ഡയലോഗ് ഉണ്ട്, കോമഡി ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് അതേപോലെ തന്നെ ഇതിൽ പിന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഇന്നസെൻസ് സാറൊക്കെ അഭിനയിച്ചിട്ടുള്ള 1-2 സിനിമകളുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള സീൻസാണ്. അത് നമ്മൾ ഈ കോമഡി ഷോസിലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നതാണ്. അതേ സീൻസും അതേപോലെ തന്നെ ഇതിലുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതേപോലെ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കോമഡി സീൻസ് ആയതുകൊണ്ട് തന്നെ ഈ ബോഡി ഷെയ്മിങ് കോമഡീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. OTT-യിലൊക്കെ വരാൻ നേരത്തെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. അത് എന്താ പറയുക, കുറച്ച് വൾഗറായിട്ടുള്ള രീതിയിലുള്ള പല സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പടത്തിൻ്റെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് തന്നെയാണ് പ്ലോട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വധുസുർ എന്ന് പറയുന്ന ഒരു ബീസ്റ്റ് ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ അന്ന് രാത്രി തന്നെ ഈ ബീസ്റ്റ് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് അക്ഷയ് കുമാർ വരുന്നു, നമ്മുടെ കിലാടി വന്നിട്ട് അവിടെ വന്ന് ആ ബീസ്റ്റുമായിട്ടുള്ള ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. പെർഫോമൻസസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്പാൽ യാദവ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊണ്ടുവന്നിരിക്കുന്ന സീനും കോമഡി സീൻസും കുറച്ച് സീരിയസ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിഥില പാൽക്കർ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വമിക ഗബി നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. പരേഷ് റാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ എന്താ പറയുക, പെർഫോമൻസസ് കൊണ്ടൊക്കെ പിടിച്ചു നിന്ന് നമ്മൾ എൻ്റെ വരെ കണ്ടിരിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫും കാര്യങ്ങളിലേക്കൊക്കെ വരാൻ നേരത്ത് ഒരു എക്സ്ട്രീം ലാഗ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ ഫോൺ നോക്കി സമയം നോക്കി, ഞാൻ മാത്രമല്ല, ഞാൻ സിനിപോളിസിലിരുന്നാണ് കണ്ടത്. അപ്പോൾ എൻ്റെ ചുറ്റും ഇരിക്കുന്ന ഹിന്ദിക്കാരെല്ലാവരും ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ടുവേർഡ്സ് ഹാഫൊക്കെ ആയപ്പോൾ ഇത് സമയവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ VFXന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2021-22 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകളുടെ അതേ ഒരു വിഷ്വൽ ഫോർമാറ്റാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് കാന്താര ചാപ്റ്റർ 2 ഇറങ്ങിയത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന, അതിലും ഒരു രാത്രി ഒരു ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന VFX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിലാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഇട്ട പോലെ നമുക്കിത് ടോട്ടാലിറ്റിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ VFXും കാര്യങ്ങളും. VFX മാത്രമല്ല, അതിലൊരു വലിയൊരു സെറ്റ് ഉണ്ട് ഈ സിനിമയിൽ. ആ ഒരു സെറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒറിജിനാലിറ്റിയും നമുക്ക് തരാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണോ കാണണ്ടയോ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് തോന്നിയ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ബിൽഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു റിവ്യൂ ചാനലല്ല. എല്ലാ പടങ്ങളുടെയും വെബ് സീരീസിനൊന്നും റിവ്യൂ മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലല്ല. ഫിലിം ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു മലയാളി കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ചാനലിൽ പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റി ചർച്ച ചെയ്യും, എഡിറ്റിങ്ങിനെ പറ്റി ചർച്ച ചെയ്യും, VFXനെ പറ്റി ചർച്ച ചെയ്യും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നോളജ് തരാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ തരാനും ഉള്ള രീതിയിലാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.